നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. SSLC ആദരം 2026 തിരൂർ. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയായ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററും പ്രമുഖ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ സെന്ററായ സ്മാർട്ട് ഗേറ്റ് സ്ഥാപനവും സംയുക്തമായി മലയാള ഭാഷാ പിതാവിന്റെ മണ്ണായ തുഞ്ചൻ പറമ്പിൽ വെച്ച് SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 400-ലധികം വരുന്ന തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും നൽകി ആദരിച്ചു. തുഞ്ചൻ ട്രസ്റ്റി അംഗം കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് KK അബ്ദുൽ റസാഖ് ഹാജി ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം സുരേഷ് വാളാടിയും ആശംസകൾ അർപ്പിച്ച് സാമൂഹിക സാംസ്കാരിക പ്രവർത്തക വഞ്ചേരിമന പത്മിനി ഘോഷ്, ജപ്പാൻ സ്ക്വയർ MD അലി, മാനേജർ കൃഷ്ണകുമാർ V, അധ്യാപികമാരായ AP മനീഷ, CP ഹരിത, P ബഷരിയ, R ജിൽസ, VEO ഷെഫീഖ, PV റഫ്ന, VEO സഫ്ന, P നദീറ, ശരണ്യ, സ്വാലിഹ എന്നിവർ സംസാരിച്ചു. ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് TV, ഡയമോൾ, സീനിയർ ആർട്ടിസ്റ്റ് വാരിജാക്ഷൻ എന്നിവർ സദസ്സിന് സംഗീത വിരുന്ന് നടത്തി. ജപ്പാൻ സ്ക്വയർ, ചെമ്മണ്ണൂർ ജ്വല്ലറി, ബാസിത് വെഡിംഗ് മാൾ, തെയ്യമ്പാട്ടിൽ ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങൾ പരിപാടിയുമായി സഹകരിച്ചു. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിലും ഒരുപാട് ഉയർത്തിയെത്താൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. അപ്പുറത്ത് സരസ്വതി മണ്ഡപം, ഇങ്ങനെ 2 മണ്ഡപങ്ങളുണ്ട്. ഈ 2 മണ്ഡപത്തിലും ചില പ്രാധാന്യങ്ങളുണ്ട്. അതൊക്കെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് എഴുത്തച്ഛൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്മരണ നിലനിർത്തുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നേരെ മുമ്പിൽ ഉള്ള ഈ മണ്ഡപത്തിൽ അവിടെ ഒരു ഗുരുനാഥൻ്റെ കുട്ടികളെ എഴുത്ത് ഇരുത്തുക എന്നൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു മതപരമായ ചടങ്ങാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ വാദിക്കേണ്ട അല്ല. 100%, 200%. വളരെ വിഷണ്ണനായി അദ്ദേഹം എന്ത് ചെയ്തു, ആ മരത്തിൻ്റെ മുകളിൽ, ഈ കാണുന്ന മരത്തിന് മുകളിൽ ഒരു കൊമ്പൊടിച്ച് ഇതിനെ ചെറുതായി ഒന്ന് പ്രഹരിച്ചു തല്ലി. അപ്പൊ വേദന കൊണ്ട് കുഴഞ്ഞത് പറഞ്ഞു, ഞാൻ തിന്നു എന്ന് സംസാരിച്ചു എന്നാ പറയുന്നത്. ആ ജന്തു, ആ കുരങ്ങൻ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ കഴിച്ചു പോയത്. ആ മഹത്വമാണ് പറയണവും കഴിക്കാത്ത കാഞ്ഞിര മരത്തിൻ്റെ ഏതാ കഴിക്കില്ല എന്ന്. അത് നിങ്ങൾക്ക് ഇവിടെ എഴുത്തിലിരിക്കണ ഒന്ന് നിങ്ങൾ തുഞ്ചപ്പറപ്പിലൊന്ന് വരണം. ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. സോറി, 10,000-കണക്കിലുള്ള കുട്ടികളാണ് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഇവിടെ അധ്യക്ഷനെ കുറിക്കുക. ഇവിടെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ പത്മിനി ഘോഷ്, നമ്മുടെ ജപ്പാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാപനം, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അരിക്കയാണ് നമ്മളുടെ മുഖ്യാതിഥിയായിട്ട് നിങ്ങളൊക്കെ കാണാനും നിങ്ങൾ ആശീർവദിക്കാനും വേണ്ടിയിട്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. OSK എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സംഘടനയുണ്ട്. ജപ്പാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സംഘടനയെ അങ്ങാണ് തിരൂർ ചാമ്പ്യർ ഓഫ് കൊമേഴ്സ്, NES തിരൂർ യൂണിറ്റിന്റെ സെക്രട്ടറി. ചരിത്രത്തിന്റെ പരമായിട്ടും ഒരുപാട് സംഘടനയുടെ പ്രാതിനിധ്യം ഞാൻ വഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഇന്റർനാഷണൽ സംഘടനയായ സംഘടനയായ ഒയ്സ്ക ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയാണ്. അതിന്റെ തിരൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLC മാർക്ക് വാങ്ങിയിട്ടുള്ള ഉന്നത വിജയം നേടിയിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആൺകുട്ടികളായാലും പെൺകുട്ടികൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ 1 മുതൽ 10 വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളൊക്കെ ചിറകിന്റെ അടിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ 1 മുതൽ 10 വരെ പഠിച്ചതെങ്കിൽ കൂടി ഇനി നിങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. അവരെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ നോക്കാനോ സംരക്ഷിക്കാനോ കഴിയില്ല. കാരണം നിങ്ങൾ തിരൂർ വിട്ട് അല്ലെങ്കിൽ തിരൂരിന്റെ പുറത്ത് സ്മാർട്ട് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾ സ്വയം
നിങ്ങളുടെ അച്ഛനെ, അമ്മയെ, അല്ലെ ബാപ്പയെ, ഉമ്മയെ, നിങ്ങളെ പാരൻസിനെ അവരുമായിട്ട് നിങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കോളേജിൽ ലെവലിൽ ഇവിടുന്ന് 10ാം ക്ലാസ് വിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എത്രയോ പൈസകളൊക്കെ വേർപ്പലിക്ക് ചെലവാക്കുന്ന ആളുകളാണ് നിങ്ങളെ പാരൻസ്. കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിങ്ങൾ ഉന്നതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് പൈസ ചെലവാക്കി ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ചേർക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളും പാരൻസും അധ്യാപകരും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ തേരാപാര നടന്നാൽ നിങ്ങളും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബങ്ങളും അത് നാമവിശേഷമാവും. കുടുംബത്തിൽ എല്ലാവർക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കും. ഏതായാലും ഇവിടെ പാരൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വിദ്യാർത്ഥികളെ കൂടുതലായിട്ട് പാരൻസിനോട് പറയാനുള്ളതാണ്. അവരെയാണ് നിങ്ങൾ അഭിനന്ദിക്കേണ്ടത്. കാരണം ഇത്രയും ദൂരത്തു നിന്നൊക്കെ നിങ്ങളെ മക്കളെ ഈ ആദരം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോടൊപ്പം തന്നെ അവർ വരികയാണ്. അതെന്താ, നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി പല സ്റ്റേജിലും പല ഉദ്യോഗത്തിലും പല സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം നാട്ടുകാരെ മറക്കരുത്, കുടുംബങ്ങളെ മറക്കരുത്, സമൂഹത്തെ മറക്കരുത്, രാഷ്ട്രത്തെ മറക്കരുത്. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ള കുട്ടികളെ, ഇപ്പോഴും ഒരു കുട്ടികളെന്നുള്ള ഒരു സ്റ്റേജിലാണ്. ഈ പ്രായത്തിലാണ് നിങ്ങൾ സ്വാധീനിക്കാനും നിങ്ങളെ വഴിതിരിക്കാനും പറ്റിയ വളരെ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള പ്രായത്തിലാണ് നിങ്ങൾ. അതുപോലെ അങ്ങനെ തെറ്റായ സ്വാധീനത്തിലോ പ്രവണതകൾക്കോ ഒന്നിനും അടിമപ്പെട്ടു പോകാതെ നിങ്ങളുടെ ജീവിതത്തിനെ പടുത്തുയർത്താനും ജീവിതത്തിൽ ഒരു നല്ല നിലയ്ക്ക് എത്തിച്ചേരാനും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഭാവിയിൽ വരുന്ന നിങ്ങളുടെ വിജയത്തിന് സന്തോഷത്തിന് പങ്കെടുക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിയാണ്. ആ ഫാമിലിയെ നിങ്ങൾ മറക്കരുത്. മീഡിയ ന്യൂസ്, തിരൂർ.